സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അംബികാപൂരിലാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും 340 കിലോമീറ്റർ മാറിയുള്ള സുർഗുജ് ജില്ലയുടെ ആസ്ഥാനമാണ് ജഗദംബികാദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പുരാതന നഗരം. അംബികാപൂർ ടൗണിൽ നിന്നും ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്താം. ഛത്തീസ്ഗഡിലെ ഊട്ടി അല്ലെങ്കിൽ ചില്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രമാണിത്. അങ്ങോട്ടേക്ക് എത്തുന്നതിന് ഒരു 8 കിലോമീറ്റർ മുൻപായിട്ട് ഉൾട്ടാപ്പാനി ബിസർപാനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഗ്രാവിറ്റിക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായിട്ട് വെള്ളം താഴോട്ട് ഒഴുകുന്നതിന് പകരം മുകളിലോട്ട് ഒഴുകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കുള്ള പോക്കാണിത്. മുഴുവനും വയലുകളാണ്, നെല്ല് വയലുകൾ. 46 കിലോമീറ്ററാണ് മൊത്തം ഉള്ളത്. അതിലിപ്പോൾ ഒരു 10-12 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് പോന്നു. നമ്മുടെ ഇടുക്കി പോലെ ഛത്തീസ്ഗഡിലെ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ് അംബികാപൂർ എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാർ പോലെയാണ് ഇവർക്ക് മെയിൻ പാട്ട്. അംബികാപൂരിലെ ദരിമ മഹാമായ എയർപോർട്ട് റോഡാണിത്. ഈ കാണുന്നതാണ് ഗരിമ എയർപോർട്ടിലേക്കുള്ള എൻട്രൻസ്. കരിമ്പ് കൃഷിയാണിത്. ഇപ്പുറത്തുമുണ്ട്. ഇവിടെ മൈൻ ബെട്ടിലൂടെ ഒഴുകുന്ന ഒരു നദിയാണിത്. ഇടയ്ക്കൊന്ന് നിർത്തിയതാണ് ഈ സ്ഥലം കണ്ടപ്പം. ഇനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററും കൂടി ഉണ്ട്. ഹെയർപിൻ വളവുകളൊക്കെയുള്ള കുത്ത് കയറ്റമാണ്. 2 സൈഡിലും കാടും. പതുക്കെ പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മൂന്നാറിൻ്റെ അടുത്തൊന്നും വരികയല്ല ഇതൊക്കെയാണെങ്കിലും ഈ സ്ഥലമൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ പാട്ടിലേക്കൊന്നും പോകുന്നില്ല. ഉൾട്ടാപ്പാനി കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രമാണ് ഈ 400 കിലോമീറ്ററോളം താണ്ടി ഇവിടം വരെ വന്നിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം കൃഷിസ്ഥലമാണ്. നെല്ലും ചോളവും പച്ചക്കറിയും എല്ലാം ഉണ്ട് ഇവിടെ കൃഷിയായിട്ട്. ഇവിടെ കുറേ ചോളം കൊയ്തെടുത്ത് കൂട്ടിയിട്ടിട്ടുമുണ്ട്. ഞാൻ ഉൾട്ടാപ്പാനി ബിസ്രാപ്പാനി ആ വെള്ളം മുകളിലോട്ട് ഒഴുകുന്നിടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വഴി ചോദിച്ചാണിത്. ഇവിടെ ഒരു ചേട്ടനോട് നിർത്തി. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത്തോട്ട് താഴോട്ടിറങ്ങി പോകണമെന്നാണ് പറഞ്ഞത്. ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്താണ്. ओके भैया, नाम बोलिए। नाम है लैलेश कुमार यादव। लैलेश कुमार यादव, क्या करते हैं आप? बस यही हमारा है, खेती किसानी करते हैं, पढ़ाई भी होता है। हाँ, एक गांव का नाम क्या है? नागा डांड। नागा डांड। अच्छा, फिर मिलेंगे। हाँ मिलेंगे। ഇവിടുത്തെ ഒരു സ്കൂളാണ് ഈ കാണുന്നത്. പിള്ളേരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ 2-3 പിള്ളേരോ ഒന്നും. കൃഷിയൊന്നുമല്ല, എന്തുകൊണ്ടോ പാഴിച്ചെടിയാണ്. പക്ഷെ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് നെൽപ്പാടങ്ങളാണ്. ഇപ്പം ഇവിടെ ഈ വണ്ടി നിർത്തിയെടുത്ത് നിന്ന് നേരെ ഒരു 8 കിലോമീറ്റർ പോയാൽ നമുക്ക് മെയിൻ പാട്ട് എന്ന് വിളിക്കുന്ന ഛത്തീസ്ഗഡിലെ ഊട്ടിയിലെത്താം. എന്നാൽ നമ്മുടെ ലക്ഷ്യം മെയിൻ പാട്ടല്ല, ഉൾട്ടാപ്പാനി ബിസർപാനിയാണ്. അങ്ങോട്ട് പോകാൻ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞൊരു 4 കിലോമീറ്റർ പോയാൽ മതി. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇവിടെയുള്ള ഈ സൈൻ ബോർഡ് കാണിക്കുന്നത് ഉൾട്ടാപ്പാനിയിലോട്ട് 2 കിലോമീറ്റർ എന്നും മുർഗ ഹോക്ര പോയിന്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലോട്ട് 5 കിലോമീറ്റർ എന്നാണ്.
ഇതാണ് ഉൾട്ടാപ്പാനി എന്ന് പറയുന്ന സ്ഥലം. ഉൾട്ടാപ്പാനി ബെസ്രാപ്പാനി എന്നാണ് പറയുന്നത്. ബെസ്രാപ്പാനി എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയാൻ മേല. എന്തായാലും ഇവിടെയാണ് വെള്ളം ഗ്രാവിറ്റിക്ക് വിരുദ്ധമായിട്ട്, സാധാരണ എല്ലായിടത്തും വെള്ളം താഴോട്ടാണ് ഒഴുകുന്നത്, പക്ഷേ ഇവിടെ ഗ്രാവിറ്റിക്ക് വിരുദ്ധമായിട്ട് വെള്ളം മുകളിലോട്ട് ഒഴുകുന്ന ഒരു സ്ഥലം. അതാണ് ഈ സ്ഥലത്തെ പ്രത്യേകത. പക്ഷേ വെള്ളം ഇവിടേക്ക് ഇങ്ങനെ താഴോട്ട് തന്നെ ഒഴുകി വരുന്നത്, പക്ഷേ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഇത് മുകളിലോട്ടാണ് ഒഴുകാൻ പോകുന്നത്. ഇത് നോക്കിയാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ മേല. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഭാഗം ഇറക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം മുതൽ ഇങ്ങോട്ട് കയറ്റമാണ്, ശരിക്കും കയറ്റമാണ്, നല്ല കയറ്റമാണ്. ആ കയറ്റത്തിലോട്ടാണ് വെള്ളം ഒഴുകുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാനും വരുന്നുണ്ട്. ഇത് ഇവിടെ വേറെ ആരാണ്ടൊക്കെ വന്ന് യൂട്യൂബിൻ്റെ അകത്ത് വ്ളോഗ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു, അവർ എടുക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഇത് ശരിക്കും കാണാം. അവിടേക്ക് ഇങ്ങോട്ട് താഴോട്ടാണ് ഒഴുകി വരുന്നത്. പക്ഷേ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം മുകളിലോട്ടാണ് ഒഴുകുന്നത്. ഇത് അവരത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പി ഇട്ടിട്ട് കുപ്പി മുകളിലോട്ട് കയറി പോകുന്നത് കാണിക്കുവാണ്. നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ ഈ കുപ്പി ഉണ്ട്, വെള്ളമുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് അത് ഒഴുകുകയല്ല. ഇതിപ്പം വെള്ളം മുകളിലോട്ടാണ് ഒഴുകുന്നത്. ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് വെള്ളം മുകളിലോട്ടാണ് ഒഴുകുന്നത് എന്നുള്ളത്. എന്നാണ് ഇതിന് കാരണം എന്നുള്ള അറിയാൻ മേല. ഒരു 50 മീറ്റർ സ്ഥലത്തെ ഈ പ്രതിഭാസം കാണുന്നുള്ളൂ. ഇത് അങ്ങോട്ട് ശരിക്കും കയറ്റമാണ്. ശരിക്കും കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമാണ്. പലരും പല കാരണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. ആ കുപ്പി മുകളിലോട്ട് പോകുന്നത് കാണാം. ഈ 50 മീറ്റർ സ്ഥലം ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ് ആണ് എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് അതൊന്നും അല്ല, ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്നാണ്. കുപ്പി ഇതേ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കണ്ടാൽ അറിയാം ഇത് നല്ലതായിട്ട് മുകളിലോട്ടാണ് പോരുന്നതെന്നുള്ളത്. ഇത് ഇങ്ങോട്ട് ഇത് കണ്ടില്ല, ഇതിവിടെ കയറ്റമാണ്, പക്കാ കയറ്റമാണ്. കണ്ടോ? അപ്പോൾ ആ കയറ്റത്തിലൂടെയാണ് പോകുന്നത്. പയ്യ एक मिनट मैं यूट्यूब के लिए हाँ അത് മുകളിലോട്ടാണ്. ശരിക്കും അറിയാം, നിങ്ങൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾക്ക് ഇതിൻ്റെ അത് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ മേല. എന്തായാലും ഇത് ശരിക്കും മുകളിലോട്ടാണ് ഒഴുകുന്നത്. ആ കുപ്പി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് കയറ്റമാണ്. ഇത് കണ്ടില്ലേ, ഇത് കയറ്റമാണ്, കുന്നാണ്. बॉटल भी जा रहा है ऊपर, देखिए बॉटल भी जा रहा है, पैसा भी आ रहा है। ये देखो पहाड़ चढ़ते जा रहा है, बहुत ऊपर पहाड़। उठा लो। ഇതിൻ്റെ അകത്ത് കണ്ടാൽ മനസ്സിലാകുന്നുള്ളതാണ്. ഇത് ശരിക്കും വെള്ളം മുകളിലോട്ട് തന്നെയാണ് ഒഴുകുന്നത്. കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇത് ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തില്ല, ഇത് കുന്നുപോലെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറ്റമാണ്. ആ കയറ്റത്തിൻ്റെ അകത്തോട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത്. കുറച്ച് മുകളിലോട്ട് ഒഴുകാനായിട്ട് കുറച്ച് കുപ്പി പോരാനായിട്ട് ഒഴുക്കിൻ്റെ ഫോഴ്സിന് ചിലപ്പോൾ കുറവായിട്ടുണ്ട്. ഇത് കണ്ടു, ഇത് നോക്കിയാൽ അറിയാം ശരിക്കും. यहाँ से चल रहा है, देखिए ना, वहाँ से जाके देखिए, ये ऊपर आ रहा है पानी. കയറ്റം കയറുന്നതുകൊണ്ട് ഗിയർ മാറി വരാനായിട്ട് ശകലം ബുദ്ധിമുട്ടുണ്ട് ആ കുപ്പി. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞു സാധനം മുകളിലോട്ട് ഒഴുകി വരുന്നുണ്ട്. വെള്ളത്തിന് ഇവിടെ വരുമ്പോൾ സ്പീഡ് ശകലം കുറവാണ്, പക്ഷെ എന്നാലും മുകളിലോട്ട് തന്നെയാണ് ഒഴുകുന്നത്. ഒരു വെള്ള പീസ് ഒഴുകി വരുന്നുണ്ടോ, അത് ശരിക്കും സ്പീഡിൽ തന്നെ മുകളിലോട്ട് പോരുന്നുണ്ട്. കുപ്പി കുറച്ച് വലിപ്പമുള്ള ആയതുകൊണ്ടാണത് ശകലം പാട്.
ആ കുപ്പി വീണ്ടും ഇങ്ങോട്ട് ഒഴുവാണ്. കുറച്ച് കുപ്പി ഒഴുകാണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ച് കുറവാകും. അതല്ല, അപ്പുറത്തെ ഇടയ്ക്ക് ഒരു ശകലം സ്ഥലത്ത് വെള്ളം പൊട്ടിച്ച് താഴോട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഒന്നുകൂടെ സ്പീഡിങ് വന്നേനെ. വെള്ളം മുകളിലോട്ട് തന്നെയാണ് ഒഴുകുന്നത് ശരിക്കും. ആ ഇലയൊക്കെ വേഗം ഒഴുകി പോരുന്നുണ്ട്. പക്ഷേ കുപ്പി ഒഴുകാൻ ഒരു ശകലം ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു അരുവിയാണിത്. ഇതുണ്ട്, ഇത് ശരിക്കും കയറ്റം തന്നെയാണ്, നല്ല കയറ്റമാണ്. ഈ ഭാഗത്തോട്ടാണ് ആ കുപ്പി ഒഴുകി വരുന്നത്. കുപ്പി അവിടെ ചില സ്പീഡ് കുറഞ്ഞു മുകളിലോട്ട് കയറ്റം വന്നപ്പം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം പൊട്ടി താഴോട്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പീഡ് ശകലം കുറവ്, അല്ലെങ്കിൽ ശരിക്കും അങ്ങോട്ട് പോകുന്നതിന്. അപ്പോൾ ഇതാണ് ഉൾട്ടാപ്പാനി. ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. മടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ ആദിവാസികൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. കുപ്പിങ്ങ് കയറ്റം കയറി പോകുന്നു. ഇവിടുന്ന് ഞാനിപ്പോൾ ഈ നിൽക്കുന്നിടത്തു നിന്ന് പിന്നെ ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ടാണ് വെള്ളം ഒഴുകുന്നത്. ഈ വളവ് വരെ കയറ്റമാണ്. ആ വളവ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് ഇറക്കമാണ്. ഓറഞ്ചുണ്ട്, തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇടും ഈ കിളിപ്പിച്ച കടലക്കകത്തോട്ട്. ഇത് ഈ സാധനവും ഇടും. അതിൻ്റെ പേരെനിക്കറിയാമല്ലോ, നമ്മൾ വെള്ളരിക്ക എന്ന് പറയുന്ന സാധനം. ഈ ചേച്ചിയാണ് ഇതിവിടെ വിൽക്കുന്നത്. ഇതുപോലത്തെ കുറേ കടകളുണ്ട് ഇവിടെ. ഞാൻ ഈ ചേച്ചിയുടെ എടുക്കുന്നത് ഈ സാധനം പറഞ്ഞ് മേടിച്ച് കഴിച്ചു നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കൊള്ളാൻ, സൂപ്പറാണ്. പക്ഷെ ആ കടലയുടെ തൊലിയും കൂടെ കൂട്ടിയുള്ളത് കൊണ്ട് ചവയ്ക്കുമ്പോൾ എന്തോ പോലൊരു ഇതുണ്ട്. അതല്ലെങ്കിൽ അടിപൊളിയാണ്. ഇത് ഈ ജഡീബൂട്ടികളൊക്കെ വിൽക്കുന്ന, ജഡീബൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായ്കനികളും അങ്ങനെയുള്ള വേരുകളും ഒക്കെ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ആദിവാസികൾ ഇവിടെ വിൽക്കുന്നതാണ്. അങ്ങനെ ഒരാളാണ്. ഏതാണ്ട് ഒരു 40 തരത്തിലുള്ള എണ്ണയ്ക്കകത്തിട്ട് റെഡിയാക്കിയ തടി കഷ്ണം എന്നാണ് പറയുന്നത്. അതിങ്ങനെ തുളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എണ്ണ വരും. നല്ല തണുപ്പുള്ള എണ്ണ അതിൻ്റെ അകത്ത് വരും. ഒന്നാ വരുന്നത്. അതെന്തിനാണെന്ന് അറിയാൻ പറ്റില്ല. അതിന് തുള്ളി വീഴുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ശരി, ഉൾട്ടാപ്പാനിയിൽ നിന്ന് മടങ്ങുവാണ്. എല്ലാവർക്കും നന്ദി. ശുഭയാത്ര.